Hello students, welcome back to Minis Tutorials. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിലെ കാൽക്കുലേഷൻ ഓഫ് മിസ്സിംഗ് ഫ്രീക്വൻസി ഫ്രം മീഡിയൻ ആണ്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ കാൽക്കുലേഷൻ ഓഫ് മിസ്സിംഗ് ഫ്രീക്വൻസി ഫ്രം മീൻ ആണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് കാൽക്കുലേഷൻ ഓഫ് മിസ്സിംഗ് ഫ്രീക്വൻസി ഫ്രം മീഡിയൻ ആണ്. നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോകാം. എന്താണ് തന്നിരിക്കുന്നത്? ഫൈൻഡ് ദ മിസ്സിംഗ് ഫ്രീക്വൻസീസ് ഫ്രം ദ ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ. എന്നിട്ട് സൈസ് ദെൻ ഫ്രീക്വൻസി ഈസ് ഗിവൺ. സൈസ് 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60, 60 to 70, then 70 to 80. ദെൻ ഇവിടെ രണ്ട് മിസ്സിംഗ് ഫ്രീക്വൻസീസ് ആണ് ഉള്ളത്. അപ്പോൾ ദെർഫോർ നമുക്ക് അസ്യൂം ചെയ്യാം ആദ്യത്തെ മിസ്സിംഗ് ഫ്രീക്വൻസി എക്സ് ആയിട്ടും രണ്ടാമത്തെ മിസ്സിംഗ് ഫ്രീക്വൻസി വൈ ആയിട്ടും നമുക്ക് അസ്യൂം ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ ടേബിൾ പ്രിപ്പയർ ചെയ്യേണ്ടത്? മീഡിയനിൽ നിന്ന് മിസ്സിംഗ് ഫ്രീക്വൻസി കണ്ടുപിടിക്കേണ്ടതായ കാരണം നമ്മൾ എന്ത് ചെയ്യണം? മീഡിയനിലെ കുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾക്ക് കണ്ടുപിടിക്കണം. ആദ്യമായിട്ട് സൈസ് എഴുതാം. 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60, 60 to 70, then 70 to 80. Then what are the frequencies? First one is 15, then 20, 10, then first missing frequency x ആയിട്ട് assume ചെയ്യുന്നു. Then second next one is 13, then 10, then next missing frequency y ആയിട്ട് assume ചെയ്യുന്നു. Then next one is 6. Then next step is the calculation of cumulative frequency. അപ്പോൾ first one 15, then 15 plus 20 35, 35 plus 10 45, then 45 plus x. അപ്പോൾ എന്തായിരിക്കും? 45 plus x. Then 45 plus 13 58 plus x. Then 58 plus 10 68 plus x. The next one is 68 plus 68 plus x plus y. The next one 68 plus 6 74. 74 plus x plus y. ഇനി എന്താണ് അഡീഷണൽ ആയിട്ട് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസ്? ഇറ്റ് ഈസ് നോൺ ദാറ്റ് മീഡിയൻ ഈസ് 32.27, ദെൻ ടോട്ടൽ ഫ്രീക്വൻസി ഈസ് 100. അപ്പോൾ ടോട്ടൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 100 ആണ്. ഇനി നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്? അപ്പോൾ ഫസ്റ്റ് യു റൈറ്റ് ദ ഇക്വേഷൻ ദറ്റ് ഈസ് മീഡിയൻ ഈസ് ഈക്വൽ ടു L1 plus L2 minus L1 divided by F into M minus C. This is the equation used for calculating median for continuous series. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ മീഡിയൻ്റെ ക്ലാസ് കണ്ടുപിടിക്കണം. അതിന് ദറ്റ് ഈസ് n/2th item. n/2th item. സൈസ് ഓഫ് n/2th. അതെങ്ങനെ കണ്ടുപിടിക്കും? സൈസ് മീൻസ് 100 ഡിവൈഡഡ് ബൈ 2th item. അപ്പോൾ എത്ര വരും? 50th item. ഇവിടെ ഏതായിരിക്കും? ദാറ്റ് ഈസ് നമുക്ക് ലെറ്റസ് അസ്യൂം median class lies in this class interval, that is 30 to 40. that is median lies അല്ലെങ്കിൽ median class is 30 to 40. ഇനി നമ്മൾക്ക് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. that is 32.27 is equal to 32.27 is equal to L1. L1 means lower limit, that is 30 plus
L2 means 40. 40 minus 30 divided by, what is F? F is equal to X. X into, then what is M? M means 50. 50 minus C, that is cumulative frequency just preceding the median class. Therefore, that is 45. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 32.27 is equal to 30 plus 10 divided by X. 40 minus 30, 10. 10 into 5. 50 minus 45, 5. അപ്പോൾ എത്ര വരും? 30 plus 50 divided by X. 32.27 is equal to 30 plus 50 divided by X. ഇനി നമ്മൾ എക്സിൻ്റെ ടേംസ് ഒക്കെ ഒരു വശത്തേക്ക് മാറ്റുന്നു. ദാറ്റ് ഈസ് 32.27 minus 30 equal to 50 divided by X. That is 2.27 is equal to 50 divided by X. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് 2.27 X is equal to 50. Then what is X? X is equal to 22 approximately. അപ്പോൾ നമ്മൾക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി. നമുക്കറിയാം ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ നമ്മൾ വൈയുടെ വാല്യൂസ് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പം നമ്മൾക്ക് എഴുതണം കാൽക്കുലേഷൻ ഓഫ് വൈ, ദാറ്റ് ഈസ് വൈ ഈക്വൽ ടു, അല്ലെങ്കിൽ 100 ഈസ് ഈക്വൽ ടു 15 പ്ലസ് 20 പ്ലസ് 10 പ്ലസ് 22 പ്ലസ് 13 പ്ലസ് 10 പ്ലസ് y പ്ലസ് 6. അപ്പം എങ്ങനെ കണ്ടുപിടിക്കും? 100 ഈക്വൽ ടു 15 പ്ലസ് 20 35, 35 പ്ലസ് 10 45, 45 പ്ലസ് 22 45 പ്ലസ് 22 എത്ര വരും? 67, 67 പ്ലസ് 30 80, 80 പ്ലസ് 10 90, then 6 96. അപ്പോൾ നോക്കൂ, y plus 96. അപ്പോൾ then what is y? That is 100 minus 96. We get the value of y, that is 4. അപ്പോൾ y is equal to 4. Then what are the missing frequency? Missing frequencies are x equal to 22, then y equal to 4. ഈ പ്രോബ്ലം നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ക്ലാസ് 11th അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കോസ്റ്റിങ്ങിലെ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.